രാത്രി പതിയെ ഭൂമിയിലേക്ക് കുനിഞ്ഞിറങ്ങുമ്പോൾ മൗനത്തിന്റെ ഒരു കട്ടപ്പാളി പോലെ ആ ഇടം മുഴുവൻ പൊതിയുകയും പകൽ മനുഷ്യരുടെ ശ്വാസങ്ങളാൽ നിറഞ്ഞിരുന്ന ആ കാത്തിരിപ്പിടം അപ്രത്യക്ഷമായ പേരില്ലാത്ത ഒരു ശൂന്യത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. ചുറ്റുമുള്ള കുന്നുകളും മരങ്ങളും പോലും രാത്രിയിൽ അവിടെ നോക്കാൻ ഭയക്കുന്നവരെ പോലെ തലകുനിച്ച് നിൽക്കുകയും കാറ്റ് പോലും അവിടൂടെ കടക്കുമ്പോൾ ശബ്ദമില്ലാതെ ഇഴയുകയും ചെയ്തിരുന്നു. പകൽ സമയത്ത് ആരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാത്ത ആ ചെറിയ ഇടം സൂര്യൻ മറഞ്ഞതോടെ ഗ്രാമത്തിലെ എല്ലാവരുടെയും മനസ്സിൽ ഒരേ സമയം പിറന്ന ഒരു ഭീതിയായി മാറുകയായിരുന്നു. ആർക്കും ആ ഇടത്തിന്റെ പേര് ഉച്ചരിക്കാൻ ധൈര്യമില്ലായിരുന്നു. കാരണം പേര് പറഞ്ഞാൽ തന്നെ രാത്രിയുടെ ഇരുണ്ട നെഞ്ചിൽ നിന്നും എന്തോ ഉണരുന്നുവെന്നൊരു വിശ്വാസം ഓരോ വീട്ടിലും നിഴലായി പറ്റിപ്പിടിച്ചിരുന്നു. അവിടെ അവസാനമായി ബസ് നിർത്തിയ ദിവസം മുതൽ സമയത്തിന്റെ പ്രവാഹം പോലും ആ സ്ഥലത്ത് തടഞ്ഞുനിന്നതുപോലെ അനുഭവപ്പെട്ടു. ഘടികാരങ്ങൾ മുന്നോട്ടു പോകുമ്പോഴും ആ ഇടം ഒരേ നിമിഷത്തിൽ പൂട്ടപ്പെട്ടിരുന്നു. ഗ്രാമത്തിലെ മുതിർന്നവർ കുട്ടികളെ അവിടെക്കുറിച്ച് മുന്നറിയിപ്പില്ലാതെ നോക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ പറയാതെ പറയുന്ന ഒരു കഥയുടെ ചാരങ്ങൾ തെളിഞ്ഞു കാണാമായിരുന്നു. രാത്രി കൃത്യം ഒരു സമയം കഴിഞ്ഞാൽ അവിടെയെത്തുന്നവരുടെ ചെവിയിൽ കേൾക്കുമായിരുന്നു ടയറുകൾ ചവിട്ടുന്ന ശബ്ദമല്ല, മറിച്ച് നിലവിളിയെപ്പോലെ നീളുന്ന ഒരു ശ്വാസം. ആ ശബ്ദം കേട്ടവരൊക്കെ ഒരേപോലെ പറഞ്ഞു, അത് മനുഷ്യന്റേതല്ല, അതൊരു കാത്തിരിപ്പിന്റെ ശബ്ദമാണെന്ന്. ആ ഇടത്ത് നിന്നാൽ പകൽ കാണുന്ന റോഡ് പോലും രാത്രിയിൽ വളഞ്ഞു മറിയുകയും ദൂരം ഒരിക്കലും അവസാനിക്കാത്തതുപോലെ തോന്നുകയും ചെയ്തു. വെളിച്ചം തെളിയിക്കാൻ ശ്രമിച്ചവർ പറഞ്ഞു, വെളിച്ചം അവിടെ പിടിച്ചു നിൽക്കാറില്ലെന്ന്, അത് കത്തിയൊടുങ്ങി ഇരുട്ടിലേക്ക് ചോർന്നു പോകുമെന്നു. ഗ്രാമത്തിലെ ആദ്യത്തെ ഭയം ഒരു കിംവദന്തിയായി തുടങ്ങിയെങ്കിലും പിന്നീട് കാണാതായ ഒരാൾ, പിന്നെ മറ്റൊരാൾ, പിന്നെ ഒരുപാട് മൗനങ്ങൾ ചേർന്നപ്പോൾ ആ കഥ സത്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ ഇടത്ത് രാത്രിയിൽ കാത്തുനിൽക്കുന്ന ആകൃതി മുഖമില്ലാത്ത ഒരു ഓർമ്മ പോലെ ബസ് കാത്തിരിക്കുന്നവരെ നോക്കി നിൽക്കും എന്നും അവരുടെ ഉള്ളിലെ ഏറ്റവും ആഴത്തിലുള്ള ഭയം തിരിച്ചറിയുമെന്നുമായിരുന്നു പറയപ്പെടുന്നത്. അവിടെ നിന്ന് മടങ്ങിയവർ പറഞ്ഞു, അവരുടെ നിഴൽ പോലും വഴിമാറി നടക്കാൻ തുടങ്ങിയതായി. ചിലർ പറഞ്ഞു, അവിടെ നിന്നാൽ സമയം പിന്നോട്ട് ഒഴുകുന്നതുപോലെ അനുഭവപ്പെടുമെന്ന്, പഴയ ശബ്ദങ്ങളും മറന്നുപോയ നിലവിളികളും കാതിനുള്ളിൽ വീണ്ടും ജീവിക്കുമെന്ന്. ആ ഇടത്തിന്റെ ചരിത്രം ആരും തുറന്നു പറയാറില്ലായിരുന്നു. കാരണം ഓരോ വാക്കും മറ്റൊരു ദുരന്തത്തെ വിളിച്ചുവരുത്തുമെന്ന് ഗ്രാമം വിശ്വസിച്ചു. പകൽ അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടികൾ പോലും രാത്രി ആ ഭാഗത്തേക്ക് നോക്കാൻ തയ്യാറായില്ല. മഴ പെയ്യുന്ന രാത്രികളിൽ വെള്ളത്തിന്റെ ശബ്ദത്തിനിടയിൽ ഒരു സ്ത്രീയുടെ നിലവിളി കേൾക്കുമെന്നു ചിലർ സത്യം പറഞ്ഞു, ചിലർ കള്ളം പറഞ്ഞു. എന്തായാലും ആ ഇടം രാത്രിയിൽ ജീവനോടെ ഉണ്ടായിരുന്നു, ശ്വാസമെടുക്കുന്ന, കാത്തിരിക്കുന്ന, ആരെയോ തേടുന്ന ഒരു ഭീതിയായി. അവിടെ എന്ത് സംഭവിച്ചുവെന്ന് ആരും ഉറപ്പോടെ പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും ഒരേ കാര്യം അറിയാമായിരുന്നു, ഒരിക്കൽ ആ ഇടം ഒരാളെ കാത്തിരുന്നു, ഇന്നും കാത്തിരിക്കുന്നു. ആ ഇടത്തിന്റെ ചരിത്രം പതിയെ ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് പുഴുപോലെ കുത്തിക്കേറുന്ന ഒരു മൗനകഥയായി മാറിയത് ഒരു കാലത്ത് അവിടെ നടന്ന ഒരു യാത്ര ഒരിക്കലും ലക്ഷ്യത്തിലെത്തിയില്ലെന്ന സത്യത്തിൽ നിന്നായിരുന്നു. വർഷങ്ങൾക്കു മുമ്പ് മഴയും ഇരുട്ടും ഒന്നിച്ചിറങ്ങിയ ഒരു രാത്രിയിൽ അവസാന ബസ് അവിടെ നിർത്തിയപ്പോൾ അതിനുള്ളിൽ ഉണ്ടായിരുന്ന മുഖങ്ങൾ ഇന്നും ആ ഇടത്തിന്റെ ശ്വാസത്തിനകത്ത് കുടുങ്ങിയിരിക്കുകയാണെന്ന് പഴയവർ പറഞ്ഞു. അന്ന് ബസ് എത്തിയ സമയത്ത് കാത്തുനിന്ന ഒരേയൊരു സ്ത്രീയുടെ കണ്ണുകളിൽ അസ്വാഭാവികമായ ഒരു കാത്തിരിപ്പ് ഉണ്ടായിരുന്നുവെന്നും അവൾ കയറുന്നതിനു മുൻപ് തന്നെ ഡ്രൈവർക്ക് ഒരു തണുപ്പ് നെഞ്ചിലൂടെ ഓടിയെന്നും കഥ പറഞ്ഞു. ബസ് മുന്നോട്ട് നീങ്ങിയതോടെ പിന്നിൽ നിന്നിരുന്ന ആ ഇടം ഒരു സാധാരണ കാത്തിരിപ്പിടമല്ലെന്ന് എല്ലാവർക്കും പിന്നീട് മനസ്സിലായി. ആ രാത്രിക്ക് ശേഷം ആ ബസ്സും അതിലെ ആളുകളും ഒരിക്കലും തിരികെ വന്നില്ല. പക്ഷേ അവരുടെ ശബ്ദങ്ങൾ ആ ഇടത്ത് കുടുങ്ങി. പിന്നീട് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു വഴിവിളക്ക് തൊഴിലാളി പറഞ്ഞു, ഓരോ രാത്രിയും കൃത്യം ഒരേ സമയത്ത് ബസ് നിർത്തുന്ന ശബ്ദം കേൾക്കുമെങ്കിലും റോഡിൽ ഒന്നും കാണില്ലെന്ന്. അവൻ പറഞ്ഞത് അനുസരിച്ച് ആ ശബ്ദത്തിനൊപ്പം ഒരു സ്ത്രീയുടെ കാൽനാദവും ഉണ്ടായിരുന്നു, പക്ഷേ നിലത്ത് കാലുകൾ കാണില്ലായിരുന്നു. ആ സ്ത്രീ ആരാണെന്ന് ആരും ഉറപ്പിച്ചില്ല. പക്ഷേ അവൾ കാത്തുനിന്നത് ഒരു യാത്രയ്ക്കല്ല, ഒരു തിരിച്ചുവരവിനായിരുന്നുവെന്ന് ഗ്രാമം പതിയെ വിശ്വസിച്ചു. അവളുടെ കാത്തിരിപ്പ് നീണ്ടു, അതിനൊപ്പം ആ ഇടം തന്നെ അവളുടെ ശരീരമായി മാറി. അവിടെ നിന്നാൽ ചിലർക്കു പഴയ ബസിന്റെ സീറ്റുകളുടെ ഗന്ധം പോലും അനുഭവപ്പെട്ടതായി പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു, അവരുടെ പേരുകൾ ആരോ പിന്നിൽ നിന്ന് വിളിക്കുന്നതുപോലെ തോന്നിയെന്ന്. ആ ശബ്ദം പിന്തുടർന്നവർ ഒരിക്കലും പഴയപോലെ തിരിച്ചുവന്നില്ല. ഗ്രാമത്തിലെ ഒരു യുവാവ് ധൈര്യം തെളിയിക്കാൻ ഒരു രാത്രി അവിടെ പോയപ്പോൾ പുലർച്ചെ തിരികെ വന്നത് സംസാരശേഷി നഷ്ടപ്പെട്ട ഒരു നിഴലായി. അവന്റെ കണ്ണുകളിൽ കണ്ടത് അവിടെ ഒരിക്കലും അവസാനിക്കാത്ത ഒരു കാത്തിരിപ്പാണെന്ന് അമ്മ പറഞ്ഞു. പിന്നീട് അവൻ വരച്ച ചിത്രങ്ങളിൽ എല്ലാം ഒരേ ദൃശ്യം, പേരില്ലാത്ത ആ ഇടവും അതിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ആകൃതിയും. ആ സ്ത്രീയുടെ മുഖം അവൻ ഒരിക്കലും വരച്ചില്ല, കാരണം അവിടെ മുഖമില്ലായിരുന്നുവെന്ന് അവൻ കൈകൊണ്ട് സൂചിപ്പിച്ചു. ആ ഇടത്തിന്റെ ചരിത്രം എഴുതപ്പെട്ടതല്ല, അത് ഓരോ രാത്രിയും ആവർത്തിക്കപ്പെടുന്ന ഒരു ശാപമായിരുന്നു. പോലീസ് അന്വേഷിക്കാൻ വന്നപ്പോൾ പോലും അവരുടെ വാഹനങ്ങൾ അവിടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ നിർത്തിപ്പോയി.
ചിലർ പറഞ്ഞു, ആ ഇടം മനുഷ്യരെ സ്വീകരിക്കില്ല, അത് യാത്രക്കാരെ മാത്രം തേടുന്നുവെന്ന്. അവിടെ നിൽക്കുന്ന ആകൃതി ഒരിക്കൽ ബസ്സിൽ കയറാൻ കഴിയാതിരുന്ന ഒരാളുടെ ആത്മാവല്ല, മറിച്ച് യാത്ര അവസാനിക്കാതെ പോയ എല്ലാവരുടെയും കൂട്ടായ ശ്വാസമാണെന്ന്. അതിനാലാണ് ആ ഇടം രാത്രിയിൽ മാത്രം ജീവിക്കുന്നത്, കാരണം അന്നാണ് യാത്രകൾ അവസാനിക്കാതെ നിൽക്കുന്നത്. അവസാനം ഗ്രാമം ആ ഇടത്തെ അംഗീകരിച്ചത് ഒരു ശാപമായി അല്ല, മറിച്ച് ഒഴിവാക്കേണ്ട ഒരു ജീവിച്ചിരിക്കുന്ന സത്യമായി ആയിരുന്നു, കാരണം അവിടെ നടന്നതൊന്നും മായ്ച്ചു കളയാൻ കഴിയില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. രാത്രി ഇറങ്ങുമ്പോൾ വീടുകളുടെ വാതിലുകൾ നേരത്തെ അടയ്ക്കപ്പെടുകയും ജനാലകളിൽ വിളക്കുകൾ കത്തിയിട്ടും ആരും പുറത്തേക്ക് നോക്കാതിരിക്കുകയും ചെയ്തു. പാതയിലൂടെ ആരെങ്കിലും വൈകി നടക്കുന്നത് കണ്ടാൽ പോലും അവർ ആ ഇടത്തിന് അടുത്തെത്തുന്നതിന് മുൻപേ തിരിച്ചു വിളിക്കപ്പെടുമായിരുന്നു. ഗ്രാമത്തിലെ നായ്ക്കൾ പോലും രാത്രിയിൽ അവിടെ കുരയ്ക്കാറില്ലായിരുന്നു, അവർക്കും അവിടെയുള്ള സാന്നിധ്യം അറിയാമെന്ന പോലെ. ഒരിക്കൽ ഒരു കനത്ത മഴയുള്ള രാത്രിയിൽ വൈദ്യുതി മുഴുവനായി പോയപ്പോൾ ഗ്രാമം മുഴുവൻ ഇരുട്ടിലായ സമയത്ത് ആ ഇടത്തിൽ മാത്രം ഒരു മങ്ങിയ വെളിച്ചം തെളിഞ്ഞതായി ചിലർ പറഞ്ഞു. ആ വെളിച്ചം ഒരു വിളക്കിന്റേതല്ല, മറിച്ച് കാത്തിരിപ്പിന്റെ തന്നെ പ്രകാശമായിരുന്നു. അന്ന് രാത്രി ഗ്രാമത്തിലെ ഏറ്റവും പഴയ വീട്ടിലെ മുത്തശ്ശി തന്റെ ജീവിതത്തിൽ ഒരിക്കലും പറയാത്ത കത്തുറന്നു പറഞ്ഞു. അവൾ പറഞ്ഞു, ആ സ്ത്രീ ഒരു യാത്രക്കാരിയല്ല, അവൾ അവിടെ ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു. ഒരു കാലത്ത് ആ ഇടത്ത് ബസ് നിർത്തുമ്പോൾ ടിക്കറ്റ് പരിശോധിച്ചിരുന്ന, യാത്രക്കാരെ കയറ്റിയിരുന്ന, ഓരോ മുഖവും ഓർമ്മിച്ചിരുന്ന ഒരു സ്ത്രീ. ഒരു രാത്രിയിൽ അവസാന ബസ് വൈകിയപ്പോൾ അവൾ ഒറ്റയ്ക്കായി മഴയിൽ നനഞ്ഞ് കാത്തുനിന്നു. ബസ് വന്നില്ല, ആരും വന്നില്ല, സമയം മാത്രം അവളെ മറന്നു. അവളുടെ മരണം ആരും ശ്രദ്ധിച്ചില്ല, കാരണം യാത്രകൾ തുടരുകയായിരുന്നു. പക്ഷേ അവളുടെ കാത്തിരിപ്പ് അവസാനിച്ചില്ല. മുത്തശ്ശി പറഞ്ഞതനുസരിച്ച് അവൾ മരിച്ച ശേഷം ആ ഇടം തന്നെ അവളുടെ ശ്വാസമായി. അതിനുശേഷം അവിടെ എത്തുന്നവർ യാത്രക്കാരായി മാറി, മടങ്ങാൻ കഴിയാത്തവർ. ആ കഥ പറഞ്ഞ ശേഷം മുത്തശ്ശി അന്ന് തന്നെ മരിച്ചു, മുഖത്ത് ഒരു ആശ്വാസത്തോടൊപ്പം. അവളുടെ മരണത്തോടെ ഗ്രാമം ആ സത്യം ഉറപ്പിച്ചു. ഇപ്പോൾ ആരും ആ ഇടത്തെ ശപിക്കില്ല, കാരണം അത് ശാപമല്ല, മറിച്ച് ഒരു ഓർമ്മയാണ്. ഓർമ്മകൾക്ക് പേരില്ല, സ്ഥലങ്ങളില്ല, പക്ഷേ അവ ജീവനോടെ തുടരുന്നു. രാത്രിയിൽ ആരെങ്കിലും ദൂരെ നിന്ന് ബസ് നിർത്തുന്ന ശബ്ദം കേട്ടാൽ അവർ തലകുനിച്ച് നിൽക്കും. കാരണം അവർ അറിയാം, അത് ഒരു യാത്രയുടെ തുടക്കം അല്ല, ഒരിക്കലും അവസാനിക്കാത്ത കാത്തിരിപ്പിന്റെ വിളിയാണെന്ന്. ആ ഇടം ഇന്നും അവിടെയുണ്ട്, കാണുന്നവർക്കു കാണാനാവാത്തതുപോലെ. പകൽ അത് ഒരു ശൂന്യസ്ഥലം മാത്രമാണ്, രാത്രി അത് ഒരു ശ്വാസമാണ്. അവിടെ നിൽക്കുന്ന ആകൃതി ഇന്നും കാത്തിരിക്കുന്നു, ബസ്സിനായി അല്ല, ആരെങ്കിലും അവളുടെ കഥ ഓർക്കാനായി.